നമസ്കാരം. സമകാലികമായ വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ചില കാര്യങ്ങൾ UDF ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്തുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം വാവിട്ട് പലതുമൊക്കെ വിളിച്ചു പറയുമ്പോൾ എന്താണ് തൽസ്ഥിതി എന്ന് അന്വേഷിക്കണം. നിലവിൽ കോടതിയിൽ കേസിലുള്ള ഒരു സംഭവത്തിലാണ് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ കൈവച്ചിരിക്കുന്നത്. CPM-ന് പ്രത്യേക താല്പര്യം ഉണ്ടാകേണ്ട യാതൊരു സംഭവവും ADM നവീൻ ബാബുവിന്റെ കേസിലില്ല. അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്ന് മനസ്സിലാക്കാവുന്ന ഒരു സംഭവത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം ആരോപണങ്ങൾ UDF നടത്തുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ഉൾപ്പെടെയുള്ളവർ PP ദിവ്യയെ സംരക്ഷിക്കാൻ പോലീസ് അന്വേഷണം അട്ടിമറിച്ചെന്നൊക്കെയാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ MP-യുടെ ആരോപണം. CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ കൂട്ടിലടച്ച തത്തയെന്ന് MV ഗോവിന്ദൻ വിശേഷിപ്പിച്ചതിൽ കോൺഗ്രസ് തെറ്റു പറയാൻ പാടില്ല. കാരണം ഈ അടിമ തൊഴിലാളികളുടെ വേലകളിൽ കുരുങ്ങിയ കോൺഗ്രസ് നേതാക്കൾ അങ്ങ് തലപ്പത്തുമുണ്ട്. ഇക്കാര്യം സുപ്രീം കോടതി തന്നെ പലതവണ ആവർത്തിച്ചിട്ടുള്ളതുമാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരു ഏജൻസിയുടെ കീഴിൽ അന്വേഷണം നടന്നാൽ അതിൽ കാര്യമായ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. PP ദിവ്യയെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് UDF ആരോപിക്കുന്നുണ്ടല്ലോ. ഏത് തരത്തിലുള്ള സംരക്ഷണമാണ് PP ദിവ്യയ്ക്ക് സർക്കാർ നൽകുന്നത് എന്നുകൂടി UDF വ്യക്തമാക്കണം. CBI അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ കോടതി ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ എന്നാണ് MV ഗോവിന്ദൻ പ്രതികരിച്ചത്. CBI അന്വേഷണമാണ് എല്ലാത്തിനും അവസാനമെന്ന് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതിലെന്ത് ശരികേടാണുള്ളത്? CBI പോലുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന വിക്രിയകളെല്ലാം ഏറ്റവും കൂടുതൽ അറിയുന്നത് കോൺഗ്രസിനാണ്. അന്വേഷണത്തെ CPM ഒരു കാരണവശാലും എതിർത്തതല്ല. CBI-യെ വിശ്വസിക്കാനാകില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അന്വേഷണത്തെ എതിർക്കുന്നതാകുന്നത് എങ്ങനെ? CPM-നെ സംബന്ധിക്കുന്ന എന്തോ രഹസ്യങ്ങൾ PP ദിവ്യയുടെ പക്കലുണ്ടെന്ന് പറഞ്ഞാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള UDF-കാർ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നത്. നവീൻ ബാബുവിന്റെ കേസ് കോടതി തീരുമാനിക്കേണ്ട വിഷയമാണ്. CBI-യുടെ വിശ്വാസ്യതയെ കുറിച്ചുള്ള പൊതുകാര്യമാണ് MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടിയത്. അതിൽ പിടിച്ച് വിവാദമാക്കാനുള്ള UDF-ന്റെ ശ്രമം മറ്റെന്തോ മറച്ചു വെക്കാനുള്ള തത്രപ്പാടെന്ന് മാത്രമേ ഇപ്പോൾ അനുമാനിക്കാൻ സാധിക്കൂ.